ഹലോ ആൻഡ് ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ രഞ്ജുലിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ വേദനിപ്പിച്ച ചില വാർത്തകളിലൊന്നായിരുന്നു ഷൈനി എന്ന അമ്മ, തൊടുപുഴക്കാരിയാണ്. അവർ തൻ്റെ 2 പെൺമക്കളെയും ചേർത്ത് നിർത്തി ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം. ആ ലോക്കോ പൈലറ്റ് പറയുന്നത് അദ്ദേഹം നിസ്സഹായനായിരുന്നു. കാരണം ട്രെയിൻ അങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റുന്നതായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് വേഗതയിൽ വരുന്നൊരു കാര്യമാണ്. കൃത്യമായ വേഗത നിയന്ത്രണം വരുത്തിയ ശേഷം മാത്രം നിർത്താവുന്ന ഒരു സംവിധാനമാണ് ട്രെയിൻ. അപ്പം അതുകൊണ്ട് തന്നെ ഇദ്ദേഹം നിസ്സഹായനായിരുന്നു. തൊട്ടു മുന്നിലാണ് ഇവരെ കാണുന്നത്, ആ അമ്മ 2 മക്കളെയും ചേർത്ത് പിടിച്ച് മുന്നിൽ നിൽക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് അവരുടെ ഛിന്ന ഭിന്നമായി പോയ ശരീരം കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്ന് തന്നെ പറയണം. ഇത് ബൈബിളിൽ അന്നത്തെ പുരോഹിതന്മാരെ കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞതാണ്. എല്ലാവരും അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷെ വെള്ളയടിച്ച കുഴിമാടങ്ങൾ ഇപ്പോഴും കത്തോലിക്ക സഭയിൽ, ഇനിയിപ്പോൾ സഭകൾ എത്ര തന്നെ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവിനെ അറിയില്ലെന്നാണ് ചില അച്ഛന്മാർ തമാശക്ക് പറയാറുള്ളത്. ഏത് സഭയിലുള്ള അച്ഛന്മാരായാലും ആ കൂട്ടത്തിൽ വെള്ളയടിച്ച കുഴിമാടങ്ങളുണ്ട്. ആ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് മുന്നിലാണ് ഈ ഛിന്ന ഭിന്നമായ ശരീരങ്ങളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥന നടത്തുന്നത്. എന്ത് പ്രാർത്ഥന? ഏതാത്മാവിന് ശാന്തി കൊടുക്കാൻ? ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവരെ സമാധാനത്തിൽ പോകാൻ അനുവദിക്കാതിരുന്ന ഒരു പാതിരി. ഞാൻ എൻ്റെ ടൈറ്റിൽ ചെയ്തിട്ടുണ്ട്, മുത്തുച്ചിപ്പി പാതിരി എന്ന്. വെറുതെ എഴുതിയിരിക്കുന്നതല്ല കേട്ടോ, അതിന് കൃത്യമായ കാരണമുണ്ട്, അതുകൊണ്ട് എഴുതിയിരിക്കുന്നതാണ്. ആ മുത്തുച്ചിപ്പി പാതിരിയുടെ ക്രൂരത കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഇവരുടെ ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ അച്ഛൻ, അവൻ്റെ പേരെന്താണ്? ഫാദർ ബോബി. അവനെ ഫാദർ എന്നല്ല വിളിക്കേണ്ടത്. ഇവൻ പണ്ട് സെമിനാരി പോയതിനു ശേഷം അവിടെ നിന്ന് ചാടി ഇറങ്ങിയതാണ് കല്യാണം കഴിക്കുന്നതിന് വേണ്ടി. അതിനെക്കുറിച്ച് ആ നാട്ടിലെ അയൽക്കാർ പറയുന്നുണ്ട്, ഒന്ന് കേട്ടു നോക്കാം. ആദ്യ കാലഘട്ടത്തിലെ സെമിനാരി ജീവിതം നിർത്തി പോന്നിട്ട് വിവാഹ ജീവിതത്തിന് വേണ്ടി വന്ന പരസ്യം വരെ കൊടുത്തൊരു വ്യക്തിയാണ്. അതെയോ? തുടർന്നാണ് വീട്ടിൽ കാരണന്മാരുടെ രീതി കണ്ടിട്ടാണ് ഇതിനകത്ത് അറിയത്തില്ല. തുടർന്നാണ് പുള്ളി വീണ്ടും അച്ഛനാകാൻ. വൈവാഹിക പരസ്യം കൊടുത്ത ആളാ. വൈവാഹിക പരസ്യം വരെ കൊടുത്ത ആളാ. പേപ്പറിൽ കൊടുത്തതാണ്. നമ്മുടെ അപ്പനാദേശി കൊടുത്തിട്ടുണ്ട്. അതെയല്ലേ? ചേച്ചി കണ്ടോ അത്? ഞാൻ വായിച്ചിട്ടുണ്ട്. അതെയോ? എങ്ങനെയുണ്ട്? സെമിനാരി പോയിട്ട് അവിടുന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി ആൾക്കാർ പോകുന്നൊരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ സെമിനാരി പോയിട്ട് പോകുന്നതാണ്, കല്യാണം കഴിക്കാൻ വേണ്ടി ആയിരുന്നില്ല. ചില ആശയപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും എൻ്റെ പാരൻസിനോട് സംസാരിച്ച അന്നത്തെ ഡയറക്ടർ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു, ആശയപരമായിട്ട് തർക്കങ്ങൾ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ്. പുറത്തിറങ്ങിയിട്ട് കല്യാണം കഴിച്ചെന്നുള്ള വേറെ കാര്യം, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ കല്യാണം കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയവനേക്ക് എന്തിനാണ് പിന്നെയും തിരിച്ച് ഈ ലോഹമുള്ളിലേക്ക് തിരിക്കരുതെന്ന് മനസ്സിലാകാത്തത്? ഇതുപോലുള്ള മുത്തുച്ചിപ്പി പാതിരിമാരാണ് ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് എത്ര ഉദാഹരണങ്ങൾ മുൻപിലുണ്ട്. അഭയ കേസ് മുന്നിലല്ലേ, എത്രയോ സിസ്റ്റർമാര് കോൺവെന്റിലെ കിണറ്റിലും കുളത്തിലും ഒക്കെ ചാടി ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു വഴിയുമില്ലാതെ ജീവിതം അവസാനിപ്പിച്ച ആളുകളാണ്. അവരെ കുറിച്ചൊക്കെ പറയുന്ന മാനസിക പ്രശ്നം എന്തായിരിക്കും? ഈ പെണ്ണിനെ കുറിച്ചും അങ്ങനെയൊക്കെ ചില കിംവദന്തികൾ പരത്താനായിട്ട് ഈ മുത്തുച്ചിപ്പി പാതിരി ശ്രമിച്ചിട്ടുണ്ട്. ഈ പെണ്ണിന്റെ വീട്ടിലെ വിഷയം എന്ന് പറയുന്നത്, ഇത് കല്യാണം കഴിഞ്ഞ ആ പെണ്ണ് വീട്ടിൽ ചെന്ന കാലം മുതൽ അനുഭവിക്കുന്ന ദുരന്തമാണ് ഗാർഹിക പീഡനം. ഒരു കെട്ടിയാനുണ്ട്, ഈ പെണ്ണ് നല്ല വാണിക്കാത്തൊരു ഗ്രാജുവേറ്റ് നേഴ്സാണ്. അതിനെ ജോലിക്ക് വിടാൻ സമ്മതിച്ചില്ല, വീട്ടിലെ പണിയെടുപ്പിക്കുക, ഒപ്പം ഉപദ്രവം. നാട്ടുകാരൊക്കെ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടുത്തെ കൗൺസിലർ പറയുന്നതായിരുന്നു, കേട്ടു നോക്കാം. അയൽവാസിയായിരുന്നു. മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നാളുകളായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെയാണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അതിക്രൂരമായിട്ട് തന്നെ അവളെ മർദ്ദിക്കുകയൊക്കെ ഉണ്ടായി. അവൾ ഹോസ്പിറ്റലിൽ പോയി, തൊടുപുഴ സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയെല്ലാം ചെയ്തു. ആ കേസ് ഇപ്പം നിലവിൽ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം കുടുംബശ്രീക്കാരുടെ ഇതിൽ കരികുന്ന സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. കുടുംബശ്രീക്കാര് പറഞ്ഞ കേസിലേക്ക് വരാം, അതിന്റെ സാഹചര്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഈ പെൺകുട്ടി ഗാർഹിക പീഡനം ആരോപിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ക്രൈം നമ്പർ 1046/2004. ആ കേസ് നിലനിൽക്കുകയാണ്. അത് കേസ് കോടതിയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആ കേസ് നിലനിൽക്കുന്നു. ആ സാഹചര്യത്തിൽ ഈ പെണ്ണ് കഷ്ടപ്പെട്ട് ജീവിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. കൃഷി നടത്തി ആ വാഴക്കുല ചുമന്നു കൊണ്ടുപോയി വിറ്റിരുന്നു എന്ന് പറയുന്നത് ആ നാട്ടിലെ തന്നെ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന ഈ പെണ്ണിനെ ഏറ്റവും അധികം ദ്രോഹിച്ചിരുന്നത് ഈ മുത്തുച്ചിപ്പി പാതിരിയാണ്. കല്യാണം കഴിക്കാനുള്ള ആഗ്രഹത്തോടെ ഇറങ്ങി തിരിച്ച അവസാനം എനിക്ക് തോന്നുന്നു വീട്ടുകാരുന്തിത്തള്ളി വിട്ടതായിരിക്കും. ആഗ്രഹം തീർക്കാൻ പറ്റാതെ തിരിച്ചു ലോഹക്കുള്ളിൽ കയറി. മാധ്യമങ്ങളെക്കാട്ട് വരുന്ന പല വാർത്തകളും ശരിയാണെന്നാണ് കൗൺസിലർ പറയുന്നത്. അത്തരത്തിലുള്ള ചില വാർത്തകൾ കേൾക്കുന്നുണ്ട് നമ്മൾ. ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായ ചില നീക്കങ്ങൾ. ഒരു അമ്മ 2 പെൺമക്കളെയും കൊണ്ട്, ഒരു മകൻ ഉണ്ട്, ഒരു അമ്മ 2 പെൺമക്കളെയും കൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഊഹിക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇയാളുടെ ഈ വൈകൃതം വെളിവാക്കുന്ന മറ്റൊരു സംഭവമാണ് ഞാൻ പറഞ്ഞില്ല, എന്തുകൊണ്ട് ഇയാളെ മുത്തുച്ചിപ്പി
പാതിരി എന്ന് വിളിച്ചു എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇയാളുടെ ഫേസ്ബുക്ക് പേജ്. ഇത് i2i ന്യൂസ് ആണ് ഈ സംഭവം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇയാളുടെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണുന്നൊരു കാര്യമാണ് ഫോളോയിങ് മുത്തുച്ചിപ്പി. എങ്ങനെയുണ്ട് ഫോളോയിങ് മുത്തുച്ചിപ്പി? അപ്പം ഇവനൊക്കെ ഇത് അടക്കി കയറ്റി വെച്ചിരിക്കുക. പണ്ട് ആൾക്കാർ പറയും സെമിനാറിൽ കടുക്കവെള്ളം കൊടുക്കുന്നു, ഇതൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടി. അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള കാര്യം ഞാൻ സെമിനാർ റിപ്പോർട്ടറാണ്, ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾക്ക് പറ്റാത്ത വഴിയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോരും, അത്രയേ ഉള്ളൂ. അപ്പം ഈ കടുക്കവെള്ളമൊക്കെ സത്യത്തിൽ കുടിക്കേണ്ടവനായിരുന്നു ഇവൻ. അവൻ മുത്തുച്ചിപ്പി ഫോളോ ചെയ്യുന്നു. ഇപ്പം ഈ പറയുന്ന പോലെ ലൈംഗിക ചോദന നൽകുന്ന കൃതികൾ വായിക്കാത്തവരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോകൾ കാണാത്തവരോ ഒക്കെ ചുരുക്കമായിരിക്കും. പക്ഷേ ആശയടക്കം ചെയ്യണമെന്നൊരു വൈദികൻ ഇമ്മാതിരി പണിക്കിറങ്ങി തിരിക്കുമ്പോൾ ഇവൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ല. അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറഞ്ഞത്, ആ അമ്മ വീട്ടിൽ നിന്ന് 2 മക്കളെയും കൊണ്ട് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ എമ്മാതിരി ദ്രോഹം ഇവന്മാരൊക്കെ ചെയ്തിട്ടുണ്ടാവും. മറ്റൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ന്യൂസുകാർ ഈ ക്ലിപ്പ് എടുത്തതിന് ശേഷം ഇപ്പോൾ ആ ഫേസ്ബുക്ക് പേജ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ കണ്ടന്റ് ഇല്ല, അല്ലെങ്കിൽ ആ ഫേസ്ബുക്ക് പേജ് പ്രൊഫൈൽ ഡൗൺ ആക്കിയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒളിക്കാൻ എന്തൊക്കെ ഉണ്ടല്ലോ ഇവനൊക്കെ. അതുകൊണ്ടാണല്ലോ ഈ പേജ് ഡിസേബിൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ പ്രൊഫൈൽ തന്നെ ഒഴിവാക്കിയിട്ട് പോവുകയും ചെയ്യുന്നത്. ഈ മുത്തുച്ചിപ്പി പാതിരി ഇപ്പോഴേ ജീവിക്കാൻ പറ്റിയിട്ടില്ല. ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോശമായ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. അയാളൊരു നേരായ രീതിയിൽ ഒരു ഭാര്യയെ സംരക്ഷിക്കുന്ന വ്യക്തിയല്ലായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഒരുപാട് വാക്കുകൾ മലയാളത്തിലുണ്ട്, പക്ഷേ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ട് അതൊന്നും ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇയാളെ മൃതശരീരം കൊണ്ടുവരാൻ വന്നപ്പോൾ ആ പ്രദേശത്തുള്ള ആൾക്കാർ ഇയാളെ തെറി വിളിക്കുന്നതും കൊണ്ടുപോയി തിന്നട എന്ന് പറഞ്ഞ് ആക്രോശിക്കുകയും ചെയ്തത്. ഒരുപക്ഷെ നിങ്ങൾ ആ രംഗങ്ങൾ കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിലൊക്കെ അത് അവൈലബിൾ ആണ്. അയാൾ ഇതിലൊന്നും ഇടപെടാതെ മാറിയിരുന്നു. ഈ അച്ഛനാണ് നേരിട്ട് ദ്രോഹിച്ചിരുന്നത്. അയാൾക്കാർ പറയുന്ന വാക്കൊന്നുകൂടി കേട്ടു നോക്കാം നമുക്ക്. ഈ അച്ഛന്റെ ഇടപെടൽ നന്നായിട്ടുണ്ടായിരുന്നു ഇവരുടെ കുടുംബത്തില്. എല്ലായിടത്തും അച്ഛന്റെ ഇടപെടലിനും അച്ഛന്റെ ഭീഷണി ഉണ്ടായിരുന്നു. അച്ഛന് ഹൈക്കോടതി അഡ്വക്കേറ്റ് ആയാറ് എന്തു ആവാന്നുള്ള രീതി നിയമങ്ങള് തൻപോരിമയായി പോയി. കാരണം ഇവിടുന്ന് പോയപ്പം ഓസ്ട്രേലിയക്ക് പോയേക്കുവാണല്ലോ. അപ്പോൾ അച്ഛൻ ഓസ്ട്രേലിയയിലാണ്. ആ സമയം പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഇവർക്ക് ഈ പാലിയേറ്റീവിലുണ്ടായിരുന്ന ജോലിയും കൂടെ കളഞ്ഞു വെച്ച് പോയത്. ആ പെണ്ണിന് കിട്ടാൻ സാധ്യതയുള്ള ജോലി ഇയാൾ ഇടപെട്ട് നശിപ്പിച്ചു. അവരാദ്യം പറഞ്ഞ ഈ പാലിയേറ്റീവ് കെയർ ഇവർക്ക് ജോലി കൊടുക്കാതിരിക്കാനുള്ള കാരണം പറഞ്ഞത് ഈ പെണ്ണിന് ഒരു 10 വർഷത്തേക്ക് ബ്രേക്ക് വന്നിട്ടുള്ളതാണ്. ഇന്നത്തെ കാലത്ത് കരിയർ ബ്രേക്ക് വന്നിട്ടുള്ളവരെ കൂടി തിരിച്ച് പ്രൊഫഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇമ്മാതിരി പണ്ട് 15-ാം നൂറ്റാണ്ടിലെ നിയമങ്ങളൊക്കെ ആയിട്ട് ഈ പാലിയേറ്റീവ് കെയർ വരുന്നത്. ഒരു ഫ്രഷറായിട്ട് പോലും ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് പ്രൊബേഷൻ പീരീഡിൽ പോലും ശമ്പളം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ 1 വർഷത്തോളം, അതും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ത്രീയോട് ഒരു സിംഗിൾ പാരന്റ് എന്ന നിലയിലാണ് ആ പെണ്ണ് പോകുന്നത്. 2 പെൺമക്കളെയും കൊണ്ട്, ഇവരുടെയൊക്കെ ദ്രോഹം സഹിക്കാതെ ഈ 2 പെൺമക്കളെയും കൊണ്ട് ഇറങ്ങിപ്പോകുന്ന സ്ത്രീയാണിത്. ഈ ക്രൈസ്തവ വിശ്വാസവും ക്രൈസ്തവ ആദർശമൊക്കെ മുറുകെ പിടിക്കുന്നവരാണ് 1 വർഷം സൗജന്യമായിട്ട് ഈ സ്ത്രീയോട് ജോലിയാണെന്ന് ആവശ്യപ്പെട്ടത്. അവരും ഈ പെണ്ണിന്റെ ഈ കുട്ടികളെ മരണത്തിന് ഉത്തരവാദികളാണ്. ഇയാൾ എങ്ങനെയാണ് ഇത് മുടക്കിയെന്നുള്ളത് ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചു തരാം. ഈ പുള്ളിക്കാരി നമുക്കറിയാലോ, അടുത്ത് അല്ലേ, നമ്മുടെ അടുത്തല്ലേ, വലിയ ദൂരമൊന്നുമില്ല, അന്വേഷിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളുള്ളൂ. പുള്ളിക്കാരി ശരിക്കും 4 പേരെ പണിയൊക്കെ ചെയ്ത് പറമ്പിലും മറ്റൊക്കെ ആയിട്ട് പിള്ളേരെ വളർത്താനാകുന്ന ശ്രമിച്ചിട്ട് ഒരു നിവൃത്തിയില്ലാണ്ട് വന്ന് പുള്ളിക്കാരി കൃഷി ചെയ്ത് സാധനങ്ങൾ, വാഴക്കൊല ഉൾപ്പെടെ സാധനങ്ങളൊക്കെ ചുമന്ന് കടയിലൊക്കെ കൊണ്ട് കൊടുത്ത് ജീവിക്കാൻ നോക്കിയിട്ടൊന്നും ഇവർ ജീവിക്കാൻ സമ്മതിച്ചില്ല. അത് കഴിഞ്ഞിട്ട് കാരിത്താസിൽ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കാരിത്താസിൽ അപ്പോയിന്റ്മെന്റ് കിട്ടിയതാണ്. അതുപോലെ തന്നെ മോനിപ്പള്ളിയിലാണോ കൊച്ചുകുന്നേലാണോ അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയാന്ന് പറയാം. 2 പുള്ളിക്കാരിക്ക് ജോലിക്ക് കയറാൻ പറ്റിയില്ല, മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടൽ മുഖേന. ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരി കഴിഞ്ഞ 1 വർഷമായിട്ട് കാരിത്താസിൽ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. അതിന് തൊട്ട് അപ്പുറത്ത് 100 മീറ്റർ അപ്പുറത്ത് ഒരു പാലിയേറ്റീവ് കെയർ ഉണ്ട്, അവിടെ ജോലി ചെയ്യുമായിരുന്നു. അവിടെ നിന്നും സ്വാധീനം ഉപയോഗിച്ച് പുള്ളിക്കാരിനെ പറഞ്ഞു വിട്ടു. ഒരു വക വൈരാഗ്യ മനോഭാവത്തോടെ, ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന ഒരു വൈരാഗ്യ മനോഭാവത്തോടെ ഇതുപോലെ ഉപദ്രവിച്ചാൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? ഈ കാരിത്താസ് വേരിത്താസ് യുനീത്താസ് എന്ന് പറയുന്നത് ഒരു അഗസ്റ്റീനിയൻ സഭയുടെ മോട്ടയാണ്, ലാറ്റിൻ വാക്കാണ്. കാരിത്താസ് എന്ന വാക്കിനർത്ഥം സ്നേഹം എന്നാണ്. സ്നേഹം, ആ സ്നേഹത്തോട് ചെയ്ത കാര്യമാണ് നിങ്ങൾ കാണുന്നത്. ആ പെണ്ണ് കൃഷി ചെയ്ത് ആ വാഴക്കുലയും ചുമന്ന് കൊണ്ടുപോയി അത് വിറ്റ് ജീവിക്കാൻ ശ്രമിക്കുന്നു, ആ മാർഗമില്ലാതാക്കുന്നു. കഷ്ടപ്പെട്ട് 1-2 ഹോസ്പിറ്റലിൽ ജോലി നേടാൻ ശ്രമിക്കുന്നു. അവർക്ക് ഓഫർ ലെറ്റർ കിട്ടിയതാണേ. ഈ ഓഫർ ലെറ്റർ കിട്ടിയ വിഷയത്തിൽ ഇറങ്ങിയിട്ട് അയാളുടെ രീതിയിൽ ഈ പറയുന്ന അച്ഛൻ, ഈ പറയുന്ന മുത്തുച്ചിപ്പി പാതിരി, ഈ പറയുന്ന ബോബി അച്ഛൻ,
അയാൾ ഇടപെട്ടിട്ട് ഈ പെണ്ണിന് മാനസിക വൈകല്യമുണ്ടെന്ന രീതിയിലൊക്കെ പറഞ്ഞു പരത്തി അതിനെ ആ ജോലിയിൽ നിന്ന് പുറത്താക്കി. ഇയാൾക്ക് ഇത്രയും വൈരാഗ്യം ഈ പെണ്ണിനോട് തോന്നണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇയാൾ ഉള്ളിൽ കിടക്കുന്ന വൈകല്യങ്ങൾ ഇയാൾ ഉറപ്പായിട്ടും പുറത്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാണ്. അതിനെക്കുറിച്ച് കൃത്യമായ ധാരണകളൊന്നുമില്ല. അത്തരത്തിലുള്ള ചില വാർത്തകൾ അല്ലെങ്കിൽ ചില സംസാരങ്ങൾ നമ്മൾ അറിയുന്ന ഒരു അഡ്വക്കേറ്റിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, അത് ഞാൻ അവസാനം കാണിക്കാം. അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും ഈ പെണ്ണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നിരിക്കുന്നത്. ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഒന്നിനും കൊള്ളാതെ ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുന്നു. ഇവൻ്റെ ക്രൂരത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കാര്യം, കുടുംബശ്രീയിലോട്ട് ബന്ധപ്പെട്ടൊരു കേസിൻ്റെ കാര്യം കൗൺസിലർ പറഞ്ഞു. എന്താണെന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കാം. ഈ പെണ്ണിന് UK പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പുറത്ത് ജോലിക്ക് പോകാനുള്ള സംഭവങ്ങളെല്ലാം ശരിയായി വന്ന സമയത്താണ് ഈ കുടുംബശ്രീ ലോണിൻ്റെ വിഷയം കൊണ്ടുവന്നത്. ഈ ലോൺ ഈ പെണ്ണിൻ്റെ ആവശ്യത്തിന് എടുത്തതല്ല. അയൽവാസി പറയുന്നത് കേട്ട് നോക്കാം. ആ പൈസ അടയ്ക്കണം എന്നുള്ള രീതി പൈസ ഇവിടെ അടയ്ക്കണതിന്റെ കാശുണ്ടോ? അപ്പൊ അങ്ങനെ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ ഇതിനായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ കരിങ്കുന്നം സ്റ്റേഷനിൽ ഒരു കേസ് നിന്നായിരുന്നു. അപ്പോൾ അച്ഛൻ അതിൻ്റെ അകത്ത് ഇടപെട്ടിട്ട് നോബിനെ കൊണ്ട് സംസാരിക്കാൻ പോലും തയ്യാറാകാതെ അച്ഛനാണ് എല്ലാ കാര്യങ്ങളും അവിടെ സംസാരിച്ച് ആധികാരികമായിട്ട്. കാരണം അച്ഛനൊരു ഹൈക്കോടതി അഡ്വക്കേറ്റ് ആണല്ലോ, അഡ്വക്കേറ്റും കൂടെയാ, സോഷ്യൽ വർക്കറാണ്, അപ്പം കൊടുക്കേണ്ട ആളാണ്. അവിടുത്തെ കാര്യങ്ങളെല്ലാം അച്ഛൻ, അതായത് അച്ഛൻ അവിടെ കിടന്ന് നിർബന്ധപൂർവ്വം അത് പ്ലഷർ ചെയ്ത് അച്ഛന് വളരെ ഭീഷണിപ്പെടുന്ന രീതിയിൽ കരിങ്കുന്നം സ്റ്റേഷനിൽ വെച്ച് സംസാരിച്ചെന്നാണ് ഒരു റിപ്പോർട്ട് കിട്ടിയേക്കുന്നത്. ഇതിനെക്കുറിച്ച് അറിഞ്ഞായിരുന്നോ ചേച്ചി? ഇത് അവർക്ക് ലോൺ എടുത്തു, ലോൺ അവർക്ക് അടയ്ക്കാൻ നിർവാഹമില്ല എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞു. ഈ ലോൺ എടുത്തത് ഇവരുടെ ആവശ്യങ്ങൾക്കായിട്ടല്ലേ എടുത്തത്? വീട്ടിലായിരുന്നപ്പോഴാണല്ലോ, വീട്ടിലെ ആവശ്യത്തിനാണല്ലോ എടുക്കുള്ളൂ, അല്ലാതെ വേറെ ഒന്നിനും എടുത്തതല്ല. പിന്നെ കൊച്ചിന്റെ പഠനാവശ്യത്തിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എടുത്ത. എന്നാലും ഇവന് തൊഴിലുണ്ട്, പക്ഷെ എന്നാലും ഇവനെ കൊണ്ട് ഇവിടെ കൊണ്ട് എന്തിനാണ് ലോൺ എടുപ്പിച്ചതെന്നുള്ളത്. അവർക്ക് സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടില്ല, സാമ്പത്തികമായിട്ടും നല്ല ഉന്നമനത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഈ കുടുംബം, ചേരി കുടുംബം. ചേരി കുടുംബം. ഈ ചേരി കുടുംബത്തിലേക്ക് ലോൺ എടുക്കേണ്ട ആവശ്യമില്ലാഞ്ഞിട്ട് പോലും ഈ പെണ്ണിനെ കൊണ്ട് ലോൺ എടുപ്പിച്ച് ജോലിക്ക് പോകാൻ പറ്റാത്തൊരു പെണ്ണ്. ജോലിക്ക് പോകാൻ പറ്റാത്തതല്ല, ജോലിക്ക് വിടാത്തത്. ആ പെണ്ണിന് ജോലി എടുക്കാനുള്ള യോഗ്യതയുണ്ട്, അതെല്ലാം വിട്ടിട്ട് ഈ പെണ്ണിനെ വീട്ടിൽ കുത്തിയിരുത്തിപ്പിച്ചു. അതിനുശേഷം അവളെ കൊണ്ട് ലോൺ എടുപ്പിച്ചു. അത് കേസായി കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ ഇടപെട്ട് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ വീട്ടുകാർക്ക് അടക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അയൽവാസി പറയുന്ന നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള വീട്ടുകാരാണെന്നാണ് പറയുന്നത്. കുടുംബശ്രീ നിന്ന് കോടിക്കണക്കിന് രൂപയൊന്നും കൊടുക്കില്ലല്ലോ ലോണായിട്ട്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എത്ര വരെ ലോൺ കൊടുക്കുന്നുള്ളവരെയൊക്കെ നമുക്കറിയാം. അപ്പോൾ വീട്ടാൻ പറ്റാത്ത വലിയ കടങ്ങളൊന്നുമല്ല. എന്നിട്ട് ആ കടം ഇവള് തന്നെ വീട്ടണമെന്ന് മുന്നിട്ടിറങ്ങി പറഞ്ഞത് ഈ പാതിരിയാണ്. അപ്പം അയാൾ എത്ര മാത്രം വിഷമാണെന്ന് ആലോചിച്ച് നോക്കി. അയാൾ ഉള്ളിൽ കിടക്കുന്ന വിഷം മറ്റൊന്നല്ല, മുത്തുച്ചിപ്പി വിഷമാണ് കിടക്കുന്ന ഉള്ളില്. അതെടുത്തങ്ങോട്ട് പെരുമാറുകയാണ്. അതെടുത്തിട്ടാണ് ഈ പകയെല്ലാം അങ്ങോട്ട് തീർക്കുന്നത് ഈ സ്ത്രീയുടെ മേത്ത്. പിന്നെയൊക്കെ വെച്ചോണ്ടിരിക്കുന്ന സഭയുടെ കാര്യം ഞാൻ ആലോചിക്കുന്നത്. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, വിശ്വാസികളെ പറഞ്ഞാൽ മതി. ഇപ്പം ഇവനെ എങ്ങാനും പിടിച്ച് ജയിലിലിട്ടെന്ന് വിചാരിച്ചോ, അടുത്ത ദിവസം ഇറങ്ങുമല്ലോ ഇവിടെ നിന്ന് ജപമാലയും കൊന്തയൊക്കെ ആയിട്ട്. തലക്ക് ഓളമുള്ള വിശ്വാസികൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുറച്ച് പേരുണ്ടെന്നറിയാം. കാരണം ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നവരും എന്നാൽ അത്യാവശ്യം പ്രാർത്ഥന കിടക്കുന്നവരൊക്കെ ആയിട്ടെന്ന് വിചാരിക്കാം. അല്ലാത്ത കുറേ ആളുകളുണ്ട്. നമ്മൾ കണ്ടാണല്ലോ വാഞ്ചി സ്ക്വയറിൽ സമരം ചെയ്ത സന്യാസിനിമാർക്കെതിരെ ആക്രോശിച്ച വിശ്വാസികൾ, ബിഷപ്പിനെ ബൊക്കയും പൂമാലയും ഇട്ട് സ്വീകരിക്കുന്ന വിശ്വാസികൾ ആണുങ്ങളല്ല കേട്ടോ, സ്ത്രീകളാണ് മുന്നിട്ട് നിന്നത്. നല്ല പ്രോത്സാഹനമല്ലേ കിട്ടണത്. പിന്നെ ഇന്ദുവിലുള്ള മുത്തുച്ചിപ്പിമാർക്ക് വളർന്നു വരാനായിട്ട് വേറെ ഏത് വളം വേണം? ഇയാളുടെ ക്രൂരത വെളിവാക്കുന്ന ഒരു സംഭവം, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഉണ്ട്. അതുകൂടി വായിച്ചിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇത് അഡ്വക്കേറ്റ് ദീപ ജോസഫ് എഴുതിയ പോസ്റ്റാണ്. അവർ ഏറ്റവും ഒടുവിൽ എനിക്ക് വന്ന ധാരാളം മെസ്സേജുകൾ കണ്ട് വാവിട്ട് കരാതിരിക്കാൻ കഴിയുന്നില്ല. മിക്കവാറും അതെല്ലാം തൊടുപുഴയിൽ നിന്ന് തന്നെ. ലോഹധാരി ഷൈനിയെ മറ്റു തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴാണത്രേ തൻ്റെ പെൺമക്കളെയും കൂട്ടി ഭർത്ത് വീട്ടിലേക്ക് ഓടിപ്പോയത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇയാൾ ഉള്ളിക്കിടക്കുന്ന മുത്തുച്ചിപ്പി വിഷം. ലോഹക്കുള്ളിൽ കാമ ഒളിപ്പിച്ച് ഒരുത്തലിൽ നിന്നും സ്വയം രക്ഷപ്പെടുകയും ഒപ്പം തൻ്റെ മാലാഖ കുഞ്ഞുങ്ങൾ എന്നേക്കുമായി ആ അമ്മ രക്ഷപ്പെടുത്തി. അയാളുടെ കാമകേളികൾക്ക് വഴങ്ങിയില്ല എന്ന കാരണത്താൽ അയാൾ ആ പെണ്ണിനെ ജീവിക്കാൻ അനുവദിച്ചില്ല. ഭർത്താവ് എന്ന ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരുത്തൻ കള്ളും പോന്തി സഹോദരന്റെ വാക്കുകേട്ട് ഈ പെണ്ണിനെ ഉപദ്രവിച്ചിട്ടും അവൾ നിശബ്ദയായി. അയാൾ ഈ ഭൂമി മലയാളത്തിൽ എവിടെയാണെങ്കിലും ഇവിടെ കൊണ്ടുവരണം. കുപ്പായമൂരി തൻ്റെ അസുഖം മാറ്റാനുള്ളതിന് പകരം പാവ ഒരു പെണ്ണിനെ കൊല്ലാതെ കൊന്നു, ഒപ്പം 2 കുരുന്നുകളെയും. ഒരു പ്രാവശ്യം സെമിനാറിന് ചാടേറെ കെട്ടാൻ പോയവനവൻ. പിന്നെ ഇവനിൽ നിന്ന് അതിൽ കൊണ്ടൊന്നും പ്രതീക്ഷിക്കണ്ട. തൊടുപുഴക്കാരെ സത്യം ജയിക്കണം.
പ്രിയരെ, രാഷ്ട്രീയക്കാരുടെ മറപറ്റി ഇവിടെ ഷൈനിക്കും കുട്ടികൾക്കും നീതി നിഷേധിക്കപ്പെടാൻ അനുവദിക്കരുത്. ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കണം. ആ തീ അടങ്ങരുത്. പോലീസ് പ്രൊട്ടക്ഷൻ എന്തിനാണ് നട്ടലില്ലാത്ത ഒരുത്തന് കേരള പോലീസ് കൊടുത്തത്? ഇവരുടെ മൃതശരീരം അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നൊരു സീൻ ഉണ്ടായിരുന്നല്ലോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ. പോലീസ് പ്രൊട്ടക്ഷനോടാണ് വന്നത്. അതും എനിക്ക് തോന്നുന്നു മന്ത്രി വാസവൻ്റെ പേരൊക്കെ അത് കേൾക്കുന്നുണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. പോലീസ് സുരക്ഷ ഏർപ്പാടാക്കിയതിൽ മന്ത്രി വാസവന്റെ പേരും കേൾക്കുന്നു. എൻ്റെ കുടുംബത്തിനും വൈദികരുണ്ട്. പ്രശ്നം പരിഹരിക്കാൻ അവർ നോക്കിയേക്കാം. പക്ഷേ ഇതുപോലൊരു അനുഭവം ആദ്യമാണ്. സാധാരണ ഇതിലൊരു വീട്ടിലൊരു വൈദികനൊക്കെ ഉണ്ടാകുമ്പോൾ പ്രതീക്ഷിക്കുന്നത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ ഒരു അമിക്കബിൾ സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്, പരസ്പരം ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. ഇവിടെ അയാളതല്ല ചെയ്തത്. അയാൾ ചേർത്ത് നിർത്തി. ആ അമ്മയും 2 മക്കളെയും ട്രെയിനിന്റെ മുന്നിൽ കൊണ്ട് അയാൾ ചേർത്ത് നിർത്തി. നിനക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ നീ തീയായി മാറണം. 1000 അമ്മപെങ്ങന്മാരുടെ നീതിക്കാലം മുറവിളിയായി മാറട്ടെ. ഇനിയൊരു ഷൈനി കേരള മണ്ണിൽ മരണം വരിക്കാൻ ഇടയാവാതിരിക്കട്ടെ. വിടരും മുമ്പേ കൊഴിഞ്ഞു പോവായി ഇനിയൊരു പെൺകുരുന്നും മാറാതിരിക്കട്ടെ. അവർക്ക് നീതി കിട്ടും വരെ ഈ പ്രതിഷേധാഗ്നി കെടാതിരിക്കട്ടെ. 1000 അമ്മമാരുടെ, ഭാര്യമാരുടെ, സഹോദരിമാരുടെ ശബ്ദമായി മാറട്ടെ. വേറൊന്നും ഞാനതൊക്കെ ആഡ് ചെയ്യുന്നില്ല. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയത്തിലെ പ്രതികരണം എന്നൊക്കെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.